മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമ്മളിന്നൊരു ട്യൂലിപ്സ് കാണാനായിട്ട് ഒരു ഫാമിൽ പോകാനുള്ള പ്ലാനിലാണ്. അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയേക്കുക. ഇന്ന് രോഹിണി ആൻഡ് ഫാമിലി ഉണ്ട്, അവരുടെ ഒപ്പമാണ് ഇന്ന് നമ്മൾ ട്യൂലിപ്സ് കാണാൻ പോകുന്നത്. ഇത് ശരിക്കും കാണട്ടെ ദീപുവിന്റെ എക്സ്പ്രഷൻ സ്ഥലങ്ങൾ കണ്ടിട്ട്. നാട്ടിൽ നമ്മൾ കാണത്തില്ല, റോഡ് മാത്രം ഇങ്ങനെ റോഡ് അല്ല, നാട്ടിൽ കുറച്ചും കൂടെ മരങ്ങളും ഒക്കെ അല്ലേ. അത് മാത്രമല്ല, നാട്ടിലൊന്നും ജനസംഖ്യ കൂടുതൽ അവിടെ പണിയണതേ ഉള്ളൂ. പക്ഷെ കൊള്ളാല്ലേ, വളരെ നല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിക്കാട് ഏരിയയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. സെമിട്രി, ഇതാണ് സെമിട്രി. നാട്ടില് സെമിത്തേരി എന്ന് പറയും. സെമിട്രി. ആൾക്കാർ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഫാമിലാണ് നമ്മൾ വന്നത്, ദ റോബിൻസൺ ഫാമിലി ഫാം. Car seat. It's the magic of the car seat. Hi. Oh, my smiles. Look, just staring at the phone. Hi, Dada. Please. Like this. And we got Mama We are here. for tulips. വീക്കെൻഡ് ആയിരുന്നതുകൊണ്ടും എണീക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ ഇവിടെ എത്തിയത് ഈവനിങ് ഒരു 3:30 ആയപ്പോഴാണേ. അവിടെ തേൻ വിൽക്കുന്നുണ്ട്, തേൻ. ഇതാ ഇവിടെ ലോക്കൽ ഹണിയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാ ഫാമിൽ തന്നെ അവർ ഉണ്ടാക്കുന്ന ഹണി ആണെന്ന് തോന്നുന്നു. അത് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രോയിങ് മെമ്മറീസ്. ടിക്കറ്റ് ഉണ്ടോ വൈകടെ? Thank you. I should put one on me first. I already had coconut ice on Friday, remember? I had two. Yeah. ദീപുവിന്റെ കയ്യിലിട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വൈകിക്ക് ഫേസ് പെയിൻറ്റിങ്, സിപ്പ് ലൈനിങ്, അങ്ങനത്തെ ബൗൺസി ഹൗസ്, സ്ലൈഡ്സ്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. വൈഗ, ഫസ്റ്റ് വാട്ട് യു വാണ്ട് ടു ഡു? ഫേസ് പെയിൻറ്റിങ്. ഓക്കെ, വൈഗ ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ പോവാം അല്ലേ വൈഗ? ഇവിടെ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്ന സ്ഥലമാണ്. വൈഗ, ബി ഓൺ ദ ലൈൻ. I like ലൈനാണ് ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ. കോണ ഐസ്, ഒരു ചെറിയൊരു കോഫി ട്രക്ക്. ഫേസ് പെയിൻറ്റിങ്ങിന് എന്തൊക്കെയാണ് അവർ വരച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ലിസ്റ്റ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാമായിരുന്നു. വൈഗ, എന്താണ് ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ പോണേ? bunny. ഒരു ബണ്ണി ആക്കാൻ പോണു. വൈഗ, ബണ്ണി നല്ലതാണോ? Yeah, Yes? I think so. I think so. സാക്ഷ്യക്ക് വേണം ഫേസ് പെയിന്റിംഗ്. What do you want? A bunny. A bunny? Okay, sure. വൈഗ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബണ്ണിയെ വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതായത് ഒരു മുയൽക്കുട്ടി. വൈഗ, ബണ്ണി നോക്കൂ. ഹോപ്പ് ഹോപ്പ് ഹോപ്പ്. ദാ രോഹിണിയും നിശാന്തും ആൻറ്റിയും നവ്യക്കുട്ടിയും എത്തിയിട്ടുണ്ട്. നിശാന്ത് ഉണ്ട്. ഓണം വീഡിയോയിലുണ്ട് നിശാന്ത്. അല്ലേ, നീ കണ്ടിട്ടില്ലേ? ചിലപ്പോ ഞാൻ വേറെ എവിടെയെങ്കിലും. പിന്നെ നീ വന്ന വീഡിയോയിലുണ്ട് നിന്റെ. Mama, can I see myself? You want to see? I can feel like it's dry. Can I see?
അയ്യോ ആന്റി കൊടയൊക്കെ പിടിച്ചാ? അല്ലല്ല, ഞാൻ ചുമ്മാ നടക്കണേന്ന് പോലെ അമ്മയ്ക്ക് കൊട പിടിച്ചു. ഇവിടുന്ന് നമുക്ക് ട്യൂലിപ്സ് വാങ്ങാൻ പറ്റും കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് തന്നെ അവിടെ നിന്ന് പറിച്ചെടുക്കാം. അവരതിനൊരു ബാസ്ക്കറ്റും ഒരു സിസേഴ്സും തരും. അതും കൊണ്ട് വന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്ത് അവിടെ പോയി ബില്ല് ചെയ്ത് സാധനം വാങ്ങുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ലൈൻ കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു ട്യൂലിപ്സ് ഒന്നും വേണ്ടാന്ന്. പോരാത്തതിന് നല്ല വെയിലും. പിന്നെ ട്യൂലിപ്സിന് അവർ പെർ പീസ് ചാർജ് ചെയ്തിരുന്നത് $3 ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ രാവിലെ തന്നെ വരണം, അല്ലെങ്കിൽ ഇതേപോലെ എല്ലാവരും പറിച്ച് കളഞ്ഞൊക്കെ മൊത്തം കുളമാക്കിയിട്ടുണ്ടാവും. ഞാൻ ഹോസ്റ്റലിൽ അങ്ങനെ ട്യൂലിപ്സ് വളരുന്ന സ്ഥലമല്ലല്ലോ ഏട്ടാ. അല്ല, അതുകൊണ്ടാണ് അത്ര വലിയ ഭംഗിയില്ലാത്ത. ശരിക്കും ഇത് വളരുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര രസം ഇത് കാണാൻ. കുറച്ച് തണുപ്പ് വേണം. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരുന്നത് യൂഷ്വലി. ഹോസ്റ്റൽ ട്യൂലിപ്സിൻ്റെ സ്ഥലമല്ല, അതുകൊണ്ട് അത്ര ഭയങ്കരമായിട്ടൊന്നും ഇല്ല. പക്ഷെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അവർ വെച്ചിട്ടുണ്ട്. Density is the കൂട്ടായ്മ of the tulips. അത്രയൊന്നും ഇല്ല. വൈകിയാന്ന് കണ്ടാ മനസ്സിലാവട്ടെ. ഇത് ഫേസ് പെയിന്റിങ് ചെയ്ത് വെച്ചിരിക്കും. ആദ്യം അവിടെ എടുത്തിട്ടുണ്ടാണ് അവളുടെ കുറച്ച് ഫോട്ടോസ്. അവിടെ അല്ലേ ഫ്രണ്ടില്. അവിടെ പ്ലക്ക് ചെയ്യുന്നില്ലല്ലോ ഏട്ടാ. സോ നല്ല ചൂട്, നല്ല വെയില് അല്ലേ? നല്ല ചൂടാ. കുഞ്ഞാപ്രീന്റെ ഉടുപ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റണം, അത് ഇച്ചിരി കട്ടി കൂടിയതാണ്. ആന്റി എങ്ങനെയുണ്ടായിരുന്നു പൊങ്കാല? നന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. നമ്മൾ ട്യൂലിപ്സിന്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് വൈകി വന്നിട്ട് ബണ്ണി ഫേസ് പെയിന്റിങ് ഒക്കെ ചെയ്തിട്ട് ദാണ്ട നിൽക്കണം എന്താ പോലെയാക്കി അവള് മുഖമൊക്കെ. വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ഫ്രണ്ടിൽ കുറച്ച് ട്യൂലിപ്സ് ഒക്കെ ഭംഗിക്ക് നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ കയറി പറിച്ച് മൊത്തം നാശാക്കിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, അവരവരുടെ ഡോഗിയുടെ ഫോട്ടോ ട്യൂലിപ്സിനിടയിൽ നിർത്തിയെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഏതോ ട്യൂലിപ്സ് ഒക്കെ നട്ട് നിൽക്കിയിരിക്കണ പോലെ ഉണ്ട്. അയ്യോ കുഞ്ഞാപ്രീ ക്ഷീണിച്ചു പോയി. വെച്ചെന്നാലും കരയുവല്ലേ? ഉണ്ടോ, ഇത്രയും നേരമായി വെച്ചെന്നിരുന്ന. ഇതേപോലത്തെ ചെറിയ ട്രെയിൻ റൈഡൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ചാർജൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് എടുത്ത ടിക്കറ്റ് പ്രൈസിൽ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ വേറെ ചില ഫാംസിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പക്ഷേ റൈഡ്സിന് സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണമായിരുന്നു. ഇവിടെ അങ്ങനെയില്ല. പലരും പല വഴിയായിട്ടോ. അപ്പം ഏട്ടൻ വൈകിനെ കൊണ്ട് വൈകിയുടെ റൈഡ്സൊക്കെ കയറ്റാൻ വേണ്ടി പോയി. അമ്മ കുഞ്ഞാപ്രീനെയും കൊണ്ട് വരുന്നു. രോഹിണി പെറ്റിംഗ് സൂവിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ പെറ്റിംഗ് സൂവിലേക്ക് പോവാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക് കോപ്പിറൈറ്റ് വരുമെന്ന് ഒരു സംശയം ഇല്ലാതില്ല. പെറ്റ് ചെയ്തോ? പെറ്റിംഗ് സൂവിൽ വന്നിട്ട് പെറ്റിംഗ് ഇല്ല. അച്ചടാ കുഞ്ഞു ബേബി. അവിടെ ഒരു വലിയ സ്വിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്ക്. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ആൾക്കാരുടെ ക്യൂ ആണത്. ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലം പോലെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിനുള്ളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. ഇവിടെ സ്വിങ്ങിന് വലിയ ലൈനാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. കൊള്ളാം, ആ സ്വിങ് കൊള്ളാം.
ഇത് മറ്റേ മൈനിങ് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ, അതായത് ഖനനം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ബോക്സ് ഓഫ് പൊടി, അതായത് മണൽ കിട്ടും. അത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് ജെംസ് പോലത്തെ കളറുള്ള സ്റ്റോൺസ് ഒക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമ്മളതൊന്നും ചെയ്തില്ല കേട്ടോ. ആ വെള്ളത്തിൻ്റെ നിറം കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇതൊന്നും എന്തായാലും ചെയ്യേണ്ടെന്ന്. ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ സാധനങ്ങളൊക്കെ അത് അരിച്ച് കിട്ടുമ്പോൾ കിട്ടുമെന്നാണ് അവർ പറയണത്. പക്ഷെ ഇതൊക്കെ കിട്ടുന്നുണ്ടാവോ? ആ മണ്ണ് വാങ്ങിയിട്ട് അതിൽ അരിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലത്തെ നല്ല കളർഫുൾ ജെംസും അത് അതേപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടും അത്രേ. ആവോ എന്ത് ചെയ്യാൻ പോവാ? എന്താ ചെയ്യണേ? എക്സൈറ്റഡ് ആണോ? ഓക്കെ. Hold tight, okay? Ready? 3, 2. You know what is Gagabon? ഞങ്ങളിങ്ങനെ തേര പര നടന്ന് വരുമ്പോഴാണ് ദാ അവിടെ ആക്സ് ത്രോയിങ് കണ്ടത്, അതായത് കോടാലിയേറ്. എന്തായാലും വന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. Oh, there you go. Good job. Rohini try ചെയ്യാൻ വന്നു. ഓക്കെ. യോ. വെയിറ്റ് ഉണ്ടാവും അമ്മേനെ. ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒരു കള്ളൻ വന്നാൽ എറിഞ്ഞിടാൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം. അതെ. Oh, are you sure? You can try just once, okay? Yeah. See, it's heavy. I'll do it for you for 3 minutes, okay? Okay. ഇത് വൈകിടെയാണ് കേട്ടോ. Come on, Sean. Oh! Yay! ഇത് കണ്ടില്ലേ, പഴയ ട്രക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ ചെയ്യാൻ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ആക്കി അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ട്രക്കിൻ്റെ മുകളിൽ ഇതാ ബാരൽസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ഫണൽ കേക്ക്. ചുമ്മാ ഫ്രൈ ചെയ്ത് മധുരമുള്ള ഒരു സാധനം. ഇവിടെ കുറച്ച് ഷെയ്ഡ് ഉണ്ട്. സമ്മതി. നമ്മൾ ഫണൽ കേക്കും ഡോണറ്റ്സും ഒക്കെ കഴിച്ചു. ഇനിയിപ്പം ഫാം പൂട്ടാറായപ്പോൾ ഇറങ്ങാൻ പോവാം. രാവിലെ 9 മണിക്കോ മറ്റോ ആണ് ഈ ഫാം ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. 9 തൊട്ട് 6 വരെയാണ് ഇതിൻ്റെ സമയം. 6 മണിയായപ്പം അവർ അനൗൺസ് ചെയ്യാൻ തുടങ്ങി ഇത് ഫാം പൂട്ടാൻ പോവുകയാണെന്ന്. ആ സമയമായപ്പോഴത്തേക്കും നമ്മൾ ആൾക്കാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഉരുട്ടുന്ന സാധനം കേട്ടോ, കണ്ടോ? അതിങ്ങനെ ഉരുളും, അതിനകത്ത് നിന്ന് ഉരുളണം. അത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ബൈ നാവിയ കുട്ടാ. ബൈ പറയൂ. ബൈ ബൈ പറയൂ. ആൻറ്റി അപ്പോൾ താങ്ക് യു. ബൈ 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 ബൈ. Hello, Sky. അമ്മ കണ്ണാടിയൊക്കെ വെച്ചിട്ട് കൊച്ചിന് മനസ്സിലാവില്ല. Say what? വൈക ഫോട്ടോ എടുക്കുന്നു. അച്ഛൻ ഫോട്ടോഗ്രാഫർ. ഇവിടെ കുറച്ച് ചെറിയ പിക്ചർ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വീക്കെൻഡും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ട്യൂലിപ്സ് ഫാമിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിൽ പോവാം. ഈ ഫാമിൽ നിറച്ച് പശുക്കളൊക്കെ ഉണ്ട്. ഡേ ലൈറ്റ് സേവിങ്ങിൻ്റെ ഭാഗമായിട്ട് ടൈമൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പം കുറച്ച് വൈകിയേ ഇരുട്ടാവത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് കാറിലിരുന്ന് ഗെയിംസൊക്കെ കളിച്ചങ്ങനെ പോയി. ലവ്. Go ahead. D for doll. L for ലാമ. T for ടൈം ലൈൻ. E for embryo. O for octopus. S for sky. Y for Yeti. Yeti. I for ink. K for K. cake. കിക്ക്. നമ്മുടെ ട്യൂലിപ്പ് ഫാമൊക്കെ കണ്ടിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഉറക്കമായിരുന്നു. വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എണീക്കും. അതുകൊണ്ട് ഇതാ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആള് ഉറക്കം ഉണർന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.